NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കാൻ AK ശശീന്ദ്രൻ പക്ഷം തീരുമാനിച്ചിരിക്കുന്നു. PC ചാക്കോ നിർദ്ദേശിക്കുന്ന പേരുകൾ അംഗീകരിക്കില്ല. തോമസിനെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ ആലോചിക്കും. ഇതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ന്യൂസ്, ഏറ്റവും പുതിയ പൊളിറ്റിക്കൽ വാർത്ത നമുക്ക് പറയാം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അതായത് തോമസ് കെ തോമസ് അധ്യക്ഷ പദവിയിലേക്ക് വരുന്നു, പക്ഷേ അവിടെ PC ചാക്കോ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. PC ചാക്കോയുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നതൊക്കെ വളരെ ദുരൂഹമായി തന്നെ തുടരുകയാണല്ലോ. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ PC ചാക്കോയുടെ തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ ദുരൂഹമായി തുടരുന്നതാണ് AK ശശീന്ദ്രൻ പക്ഷത്തെ ഇത്തരമൊരു സമാന്തര യോഗത്തിലേക്ക് നയിച്ചത്. ഇന്ന് തെക്കൻ ജില്ലകളിൽപ്പെട്ട 7 ജില്ലകളിലെ നേതാക്കളാണ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. ആദ്യം മന്ത്രിയുടെ വസതിയിൽ യോഗം ചേരാനാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ യോഗം ഹൗസിംഗ് ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി. അവിടെയാണ് യോഗം നടന്നത്. ഈ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനുള്ളതാണ്. തോമസ് കെ തോമസിൻ്റെ പേര് PC ചാക്കോ വിഭാഗം അംഗീകരിച്ചില്ലെങ്കിൽ അതിനോട് യോജിക്കില്ല. തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കാത്ത ഒരു നീക്കത്തോടും യോജിക്കേണ്ടതില്ല എന്നാണ് ശശീന്ദ്രൻ പക്ഷത്തിൻ്റെ നിലപാട്. PM സുരേഷ് ബാബു ചാക്കോ പക്ഷത്തോട് അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് നേതാക്കന്മാരെയും മറ്റും വിളിച്ച് പിന്തുണ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്ന് ശശീന്ദ്രൻ പക്ഷം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ചാക്കോയുടെ ഒരു ബദൽ നീക്കമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് തോമസ് കെ തോമസ് അല്ലാതെ മറ്റൊരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അംഗീകരിക്കില്ല, ചാക്കോ നിർദ്ദേശിക്കുന്ന പേരുകൾ അംഗീകരിക്കില്ല എന്നൊരു നിലപാടിലേക്ക് വന്നത്. ഇതോടൊപ്പം തന്നെ 3 ജില്ലാ പ്രസിഡന്റുമാരെ നേരത്തെ PC ചാക്കോ ഈ മന്ത്രിസ്ഥാന മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടയിൽ മാറ്റിയിരുന്നു. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് നടത്തരുത്, അവരെ ഒഴിവാക്കി നിർത്തി വേണം തെരഞ്ഞെടുപ്പ് നടത്താനെന്ന ആവശ്യം ഉന്നയിക്കും. അല്ലെങ്കിൽ പഴയ പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തണമെന്നാണ് ശശീന്ദ്രൻ പക്ഷത്തിൻ്റെ വാദം. എന്തായാലും വടക്കൻ ജില്ലകളിലെ യോഗം 24-ന് വീണ്ടും ചേരും. അതിനുശേഷം 25-ാം തീയതി ഈ സന്നാഹങ്ങളോടെ ആയിരിക്കും ശശീന്ദ്രൻ പക്ഷം NCPയുടെ നേതൃയോഗത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനായി പോകുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. NCPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തോമസ് കെ തോമസ് വരുന്നു. തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ആലോചനകളും ഒക്കെയാണ് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത്. അന്ന് PC ചാക്കോ തോമസ് കെ തോമസിന് അനുകൂലമായ നിലപാടെടുക്കുകയും പക്ഷേ പിന്നീട് അത് 2 ചേരികളായി മാറുന്നു. തോമസ് കെ തോമസ് തന്നെ കളം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. PC ചാക്കോ ഫലത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും AK ശശീന്ദ്രൻ പക്ഷം തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്. അതാണ് ശ്രീജിത്ത് നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.